അപ്പൊ ഗൈസ് മുളക് വെട്ടിയുടെ കൊല്ലം വ്ളോഗ് സ്വാഗതം. എന്താ ഇങ്ങനെയെന്നല്ലേ, ഞങ്ങൾ കൊല്ലത്തൊക്കെ പോയി ഒന്ന് ഗൈസ്. വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നപ്പോഴാണ് മനസ്സിലായത് അതിന്റെ വോയിസ് ഒന്നും തീരെ ക്ലിയർ ഇല്ല. മൈക്കൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് വോയിസ് ഒന്നും ചെയ്യാൻ ക്ലിയർ അല്ല. അതാണെന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് മോഡിൽ ഇങ്ങനെ പറഞ്ഞു പോകാതെ. പിന്നെ പെരക്കാരൊക്കെ പറഞ്ഞ് എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ പറ്റാബദ്ധാണ്, കണ്ടിരിക്കാനൊന്നും തോന്നില്ല. സംഭവം ശരിയാണ്. ഞാൻ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് കാളില്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാം. ഇങ്ങനെ പറയുമ്പോഴാണ് മറ്റേ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളതിൽ മൈക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കേൾക്കില്ല. പിന്നെ നമുക്ക് വ്ളോഗ് ചെയ്തിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അങ്ങനെ കുറേ പ്രശ്നം കൊണ്ടാണ് വീഡിയോസ് ഒന്നും വലിയ രസമില്ലാത്തത്. പിന്നെ തീരുമാനിച്ചാൽ എന്തെങ്കിലുമൊക്കെ മാറ്റി ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സെറ്റപ്പ് വന്നത്. അപ്പോൾ കൊല്ലത്ത് പോയി ഗോവ പോയ കാര്യങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പോയതൊക്കെ അണ്ടർ ഫ്ലോപ്പ് ചെയ്യുന്നു. നമുക്ക് ലീഡ്സ് കിട്ടിയിട്ടു, നമുക്ക് കുറേ ലീഡ്സ് കിട്ടി. പക്ഷേ ക്യാഷ് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ കിട്ടില്ല. കാരണം ഗോവൻ ക്യാഷ്യൂസ് കിട്ടണം എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ അവിടെ ആണെങ്കിലും എല്ലായിടത്താണെങ്കിലും പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ തനതായ സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗോവയിൽ പോയി വന്ന് പിന്നെ നമ്മൾ പോണേ കൊല്ലത്തേക്കാണ്. കൊല്ലം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു 600+ പ്രോസസ്സിങ് യൂണിറ്റുകളുണ്ടായിരുന്നു കൊല്ലത്ത്. പക്ഷെ നമ്മളിപ്പോൾ കൊല്ലത്ത് പോയപ്പോഴാണ് മനസ്സിലായത് പകുതി മുക്കാലും അടച്ചു കൂട്ടിയിരിക്കണേ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഞാൻ പോകുന്ന ഇവിടെ രാത്രി ഒരു 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ സമതാണ് ഇവിടെ നിന്ന് കൊണ്ടാക്കുന്നത്. ഓനെ കൽപ്പറ്റ വരെ കൊണ്ടാക്കി അവിടുന്ന് ബസ് കയറ്റിട്ട് അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. 7-8 മണിയായി. പള്ളിയിലൊക്കെ പോയി 2-3 പേരെ മീറ്റ് ചെയ്യാണ്ട് കൊച്ചിയില്. പിന്നെ എവിടെയാണ്? ചാലക്കുടിയൊക്കെ കുറച്ച് വലിയ ടീംസാണ് ഗൈസ്. അപ്പം പോയോക്ക. പിന്നെ നമ്മളിവിടെ പുതിയൊരാളും കൂടി ഉണ്ട്. ഡ്രൈവ് ചെയ്യാൻ ആകെ അറിയുന്ന ആള്. ഞങ്ങളെ കൂട്ടത്തില്ല കുറച്ച് ഇൻട്രോവേർട്ടാണ് ആള്. എന്തായാലും വ്ളോഗിൽ ഉറപ്പാണ്. പിന്നെ അതിലുള്ളൊന്നും ക്ലിയർ അല്ല. അങ്ങനെ നമ്മള് അവിടുന്ന് പോയി ഫസ്റ്റ് വണ്ടി എടുത്ത് പോയി. ഫസ്റ്റ് നിർത്തുന്നത് കുറ്റിപ്പടി. ഇതേ സെറ്റപ്പ് സംഭവം ഞങ്ങൾ കോഴിക്കോട് തുടങ്ങുന്നുണ്ട് കേട്ടോ, മുളക് വെട്ടിന്റെ പേരില്. എന്തായാലും കിട്ടും. ഫുഡ് കഴിക്കണല്ലേ? എല്ലായിടത്തും ഫുഡ് ഫ്രീ ആണ്. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാനൊന്ന് കയറി കിടന്നുറങ്ങി. പിന്നെ എണീക്കുന്നത് കൊല്ലത്തെത്തിയിട്ടാണ്. അപ്പൊ ഞങ്ങള് കൊല്ലത്ത് റീച്ച് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ഓരോരുത്തരെ വിളിച്ചു നോക്കാണ്. നല്ല ക്ഷീണമൊന്നും കുറച്ചേരം നിർത്തിയിട്ട് ഉറങ്ങി. ഇപ്പൊ നമ്മളുള്ളത് കരുനാഗപ്പള്ളി സൈഡിലാണ്. പക്ഷെ നമ്മള് കോണ്ടാക്ട്സ് ഒക്കെ ഉള്ളത് പ്രോപ്പർ കൊല്ലത്താണ്. അപ്പൊ നമുക്ക് ഇനി കൊല്ലത്തേക്ക് അങ്ങോട്ട് പോകണം. അതിന് മുമ്പ് പോയി ഫ്രഷായി മുഖം കേക്കി വേണം അവരെ പോയി മീറ്റ് ചെയ്യാൻ. ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വലിയ പമ്പായിട്ടുള്ള ഇത് പമ്പ്. മറ്റേ പമ്പ് പോയപ്പോ നെയ്മിൻ്റെ അടുത്ത് ഇറങ്ങി പോടാറുണ്ട്. അത് നല്ല തിരക്കായിരുന്നു. അപ്പൊ തിരക്ക് ഒരു പമ്പ് വരെ എത്തി നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പറയപ്പേ പൊടിയാ എടാ വണ്ടി കുറച്ച് ബേക്ക് കേടാ ചേച്ചാ കഴുകാ. കുറച്ച് വെള്ളം എന്താ അടക്കല്ലേ? ഫുള്ള് പൊടി അയക്കണേ. ആദ്യം കൂടെ വന്നിട്ട് നല്ലൊരു വണ്ടിയാണ്. അപ്പൊ ഗൈസ് അപ്പൊ അവിടെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ കൊല്ലത്ത് നമ്മൾ പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടിട്ടുണ്ട്. അപ്പൊ മൂപ്പരെ പോയിട്ട് മൂപ്പരെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഒക്കെ കാണും. മൂപ്പർക്ക് ആദ്യം പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായതെന്ന് പറഞ്ഞേ. ഇപ്പം കുറച്ച് ഇതാണ്, പോയി നോക്കിയോട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. ആളെ കിട്ടി. നമുക്ക് ഫസ്റ്റ് കാണാനുള്ള ആള് അതിനുള്ളിൽ
ഇവനാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തത് തോന്നുന്നുണ്ട്. ഇവനാണ് നമുക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നത്. ഇവൻ്റെ വീടാണ്. അപ്പോൾ ഇവനായിട്ട് മീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നിട്ട് പറയാം. അല്ലെങ്കിൽ മോശമല്ലേ എന്ത് വീഡിയോ സംസാരിക്കണം എങ്ങനെയാ ഓല ഇടയുന്നാണ്ട് വീഡിയോ എടുക്കുക. പക്ഷെ അവര് നല്ല ജെനുവിൻ ആൾക്കാർ കേട്ടോ. ആർക്കെന്താ തോന്നിയ നെയ്മേ നല്ല എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഓരോ സാധനം എടുക്കുകയാണെങ്കിൽ കറക്റ്റ് പേയ്മെന്റിന് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. അയക്കാൻ കാണുന്ന കണ്ണിങ്ങാണ്. ആ പേയ്മെന്റ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കണ്ണിങ്ങല്ലേ. അതൊക്കെ ആ ഒരു കാര്യമാണ് ഓരോ ഓപ്പണായി പറയുന്നുണ്ട്, പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്കില്ലേ ഓല മലയാളം നമ്മളെ മലയാളം വ്യത്യാസം ഉണ്ട് അല്ലേ? സ്ലാങ് ചെറിയ ആ. പക്ഷെ മറ്റോന് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാ നോക്കണ്ട് മോന്. ഓക്കെ നിർത്തി പോന്നെ അതല്ല നമുക്ക് മറ്റേ വണ്ടി ബിസിനസ് തുടങ്ങിയാലോ ഇവിടെ. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും വണ്ടി ഇറക്കിയിട്ട് കച്ചവടം ചെയ്യണേ ഈ ഒരു ഫണ്ടാണ് നമുക്ക് എന്താ കാര്യം. ഒരു ഓഫീസ് തുറന്നില്ല, ലോണ് കിട്ടും. ലോണ് നല്ലൊരു ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല. ഓർഡറിനനുസരിച്ച് എടുത്തു കൊണ്ടുവന്നാൽ പോലെയാണ്. ആ ഓർഡർ അനുസരിച്ചിട്ട് സ്റ്റോക്ക് വെക്കണേ. ഇവിടെ അറിയണ്ട, ഇവിടുത്തെ ആൾക്കാർക്ക് അറിയണ്ട എങ്ങനെ ഒരു സംഭവം ചെയ്യണ്ട് എന്നൊക്കെ. അയ്യോ ചോദിക്കാൻ പോയാ മതി. ഇവല് ഇനി അടുത്ത നമ്മളെ കണ്ടാ ഇനി മറ്റേ ഇവലെ കാണാനാ. ഇപ്പൊ നമ്മള് പോകുന്ന ഒരു ഫാക്ടറിയിലെ ഒരു പേപ്പർ ഫാക്ടറി ഓൾസോ പോലെ ഇത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. ഇവിടെ ഇവലെന്താ പറഞ്ഞ നമ്മളത്തെ കാര്യമായിട്ട് ക്യാഷ് കിട്ടൂല ഇതാണ്. കൊല്ലം ക്യാഷ് അധികം പുറത്തുനിന്ന് വരണന്നല്ല പറഞ്ഞേ. കൊല്ലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാഷ്യൂന്റെ ഈ പ്ലാന്റേഷൻസ് കുറവാ. മീൻസ് കൂടുതലും വരുന്നത് ആ ഫാക്ടറീസ്. ഈ സാധനം വരുന്നത് വെച്ചാല് മംഗലാപുരം, അതുപോലെ കണ്ണൂര്, കാസർഗോഡ് ആ ഏരിയതാണ്. ആ എൻഡോസൾഫാനൊക്കെ കിട്ടിയില്ലെങ്കിലും ആടൊക്കെ വരുന്ന സാധനമായിരിക്കും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കുറെ ഫാക്ടറീസ് ഉണ്ട്. ഇപ്പോൾ 500-ന്റെ മുകളിൽ ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പ്രോസസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക, അതുപോലെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുക. അതൊക്കെയാണ് ഇവിടെ ആക്ച്വലി ചെയ്തുകൊണ്ട്. ഇവിടെ എക്സ്പോർട്ട് ചെയ്യണോ മറ്റാണ് ഇമ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ട്. അതായത് വേറെ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് വിയറ്റ്നാം, അതുപോലെ ആഫ്രിക്ക എന്നൊക്കെ സാധനം കൊണ്ടുവന്നിട്ട് റോ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ് ചെയ്ത് അത് പിന്നെ ഒരു എഡിബിൾ ആക്കി മാറ്റിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഫാക്ടറിന്റെ ഒരു കേന്ദ്രം ഒന്നും കൂടി പറയാം. അതായത് കൊല്ലത്തിന് പിന്നെന്താ 50% GST അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പൊ ഒരു 1000 ഉണ്ടായത് 30% GST അങ്ങനെ കുറെ പ്രശ്നം വന്നിട്ട് ഇപ്പൊ കുറെ പ്രോസസിംഗ് യൂണിറ്റ് ഒക്കെ പൂട്ടിപ്പോയി. ഒരു 500 സംതിങ് ആണ് റണ്ണിങ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം. 500 സംതിങ് ഉണ്ടപ്പോ റണ്ണിങ്ങിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ മെയിൻ ഇതാണ്, എല്ലാ ഓട്ടോറിക്ഷന്റെ ബാക്കിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. എന്തെങ്കിലും അല്ല മക്കളെ പേരായി മുമ്പിലല്ലേ പേരുണ്ടായ. ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് അമലിനെ മീറ്റ് ചെയ്യാണ്. അമല് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണക്ഷൻസ് കിട്ടിയാണ്. ഓന് അവിടെ ഒരു പേപ്പർ ബോക്സിന്റെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത മുതലാളി ഓന് അപ്പോൾ മുതലാളി ഇവന് തമ്മിൽ നല്ല കമ്പനിയാണ്. മുതലാളിക്കാണെങ്കിൽ ഒരു കാഷ്യൂ ഫാക്ടറി ആയിട്ട് നല്ല കോൺടാക്ട്സ് ഉണ്ട്. അപ്പം അവിടുന്ന് എന്ത് ചെയ്ത് അവർ ഞങ്ങളെ കൂട്ടിയിട്ട് ക്യാഷ് പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റ് കൊണ്ടുപോയി. പോണ വഴിക്ക് ഞങ്ങൾ 2-3 യൂണിറ്റ് കണ്ട്, പക്ഷെ അതൊക്കെ ക്ലോസ്ഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ അവരുടെ കൂടെ അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോഴാണ് നമുക്ക് ക്യാഷ്യൂവിൻ്റെ അവിടുത്തെ ചേച്ചിമാരാണ് നമുക്ക് കൂടുതൽ ക്യാഷ്യൂസിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഇതിന് ടേസ്റ്റ് കൂടുതലേ ഇത് കേട്. അപ്പോൾ ഇതാ ടേസ്റ്റ് കൂടുതൽ, ഇതിനേക്കാളും കളർ വരും. ഇതിനേക്കാളും കുറച്ച് കളർ. ഇത് നാടനുണ്ടല്ലോ, ഈ നാടനില്ലേ ഇതിനൊക്കെ നല്ല ടേസ്റ്റിയാണ് നാടല്ലേ. നമ്മൾ ചുട്ട് തിന്നുന്ന പരിപ്പും ഈ ഗോർമേ കയറ്റി വരുന്ന ഓയിൽ കണ്ടന്റ് കൂടിയ വരുമ്പോ ഇത് എണ്ണമയം ഉള്ളതായിരിക്കും. ഇത് ചുവപ്പ് അല്ല, ഇത് മഞ്ഞളല്ല, ഇതിലെ ഒരു സൈസാണ് മഞ്ഞ. ഇത് നല്ല ചുവപ്പ്, നല്ല ചോപ്പ്. ഇതിനൊക്കെ ടേസ്റ്റ് കൂടുതലല്ലേ? ഇതിനെ ടേസ്റ്റ് കൂടുതൽ. ഇത് കൂടുതൽ ഇത് കേടുള്ള വരും. ഇത് കറയല്ല, പൊട്ടുവിലായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഇതിന് പൊടി, ഇതിന് പിളർപ്പ് എസും പീസ് ഇതിന് അവർ എല്ലാം അതിനകത്ത് വരും. ഇത് സോർട്ട് ചെയ്ത് ഡീലിനകത്ത് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഉണ്ട്.
ഇത് അതിൽ നിന്ന് ഇതാക്കിയല്ലേ? ഇത് എങ്ങനെ ആക്കിയെടുക്കാം? ഇത് പീസ്, ഇത് പീസ്, ഇത് SS അല്ലേ? സ്പ്ലിറ്റ് ചെയ്യല്ലേ? ആ 160 നാടനാപ്പേ കിട്ടും. ഇതിനിങ്ങനെ തരംതിരിക്കുക ചെയ്യാം. ഇതിപ്പോ അങ്ങനെ ഇതിങ്ങനെ ഇത് 180, ഇത് 240, ഇത് 320. ഇത് മിക്സ് ആയിട്ട് ഇതിപ്പോ ക്യാഷാണ്. ഇത് ഗാനല്ലേ? ആഫ്രിക്കൻ ക്യാഷ് ഇത് ഇമ്പോർട്ടറാ. അല്ല നമ്മളെ ഈ പ്രോപ്പർ കൊല്ലം ക്യാഷ് കൂടല്ലേ ഇപ്പൊ? അത് കണ്ണൂരല്ലേ? അത് ഇച്ചിരിയല്ലേ ഉള്ളായിരുന്നു, അതൊക്കെ തീരത്തില്ലേ. ഇതാണ് ഗൈസ് ഒറിജിനൽ ക്യാഷ്. നമുക്ക് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ ക്യാഷാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക. നമ്മൾ ഗോവയിൽ പോയപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ക്യാഷസ് ആണ് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക. പിന്നെ ഇത് പ്രോസസ്സിങ് നടത്തിയിട്ടാണ് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ക്യാഷസ് ഉണ്ടാക്കാൻ പറ്റുക. ഞാൻ അവിടുന്ന് കാണിച്ചു തന്ന പല ക്വാളിറ്റി ഉള്ളത് ഇത് പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ക്യാഷസൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 800 ഷോപ്പ് വരെ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രോസസ്സിങ് ചെയ്യുന്ന യൂണിറ്റുകൾ. ദെൻ ഇപ്പോൾ നിലവിൽ ഒരു 60-70 യൂണിറ്റുകളായിട്ട് ചുരുങ്ങി. കാരണം കോമ്പറ്റീഷൻ, പിന്നെ GST, ടാക്സ്, അങ്ങനത്തെ പല കാരണം കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് കുറേ ഷോപ്പുകൾ പൂട്ടിപ്പോയി. ദെൻ അവരെയാകുമ്പോൾ കൊണ്ടുപോയി വറുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. ബംഗാളികൾ അപ്പോഴത്തേക്ക് കട്ട് ചെയ്യും. അതും അവൻ ചെയ്യുന്നത്. ഷോട്ടിങ് ചേച്ചിമാരെ വെച്ചിട്ടുണ്ടല്ലേ ചെയ്യും. എന്നിട്ട് അവൻ തന്നെ ട്രൈറ്റ് ചെയ്ത് കൊണ്ടുവന്നതെല്ലാം ചെയ്യും. അതിനുശേഷം വാച്ചർ തന്നെ പണി അവൻ ചെയ്യും. ആ തോട്ടന്റെ നാടനാ വന്നത്, അതും അവനാ ഉണക്കിയൊക്കെ ചെയ്യുന്നത്. പരിപ്പ് തൂക്കുന്നതും അവൻ കണ്ടില്ലേ. ഇപ്പൊ അവനായിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. മൂപ്പര് പറയണത് എന്താ വെച്ചാൽ ആ ഫാക്ടറിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ മൂപ്പര് ഒറ്റക്കാണ് അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പറങ്ങാണ്ടി കളക്ട് ചെയ്യുന്നത്, അത് ഉണക്കുന്നത്, അത് പ്രോസസ്സ് ചെയ്യുന്നത്, എല്ലാത്തിലും മൂപ്പര് ഒരു മേൽനോട്ടം വേണം. കാരണം അതിനൊക്കെ വർക്കേഴ്സിനെ വെക്കുകയാണെങ്കിൽ മൂപ്പര് പ്രോഫിറ്റ് കുറയുന്നല്ല, തീരെ ലാഭം ഉണ്ടാവില്ല. അവിടുത്തെ വാച്ചർ പണി മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അതിൻ്റെ ഓണറാണെന്ന്. അപ്പോൾ മൂപ്പരെ ഡിസ്റ്റർബ് ചെയ്തതെന്നാണ് മൂപ്പര് പറഞ്ഞത്. കാരണം അത്രയൊരു ദയനീയാവസ്ഥയിലാണ് അവിടുത്തെ കൊല്ലത്തുള്ള കാഷ്യൂ ഫാക്ടറീസൊക്കെ പോകുന്നതെന്നാണ് മൂപ്പരിപ്പോൾ സംസാരിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കാഷ്യൂസിൻ്റെ ക്വാളിറ്റി കണ്ട് പിന്നെ ഒരു 3 പേരെ മീറ്റ് ചെയ്യാണ്ടായിരുന്നു. അങ്ങോട്ട് പോയി സെയിം തന്നെ എല്ലാ യൂണിറ്റ് പോയാലും എല്ലായിടത്തും പോയാലും നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ സെയിം ക്വാളിറ്റി, അത് സെയിം കാര്യം തന്നെ. അപ്പം കൂടുതൽ ആരെ മീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി. പിന്നെ നമ്മൾ നേരെ പോയത് മൺതുരത്തേക്കാണ്. പിന്നെ നമ്മൾ കൊല്ലം പോയാൽ പിന്നെ അവിടെ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ മൺതുരത്ത് പോയി. 100 മണിക്കൂറിനോ? 500 മണിക്കൂർ. എല്ലാവർക്കും കൂടി അല്ലേ? പൈസ കുറച്ച് കുറഞ്ഞില്ല. ഒരു മണിക്കൂർ എത്ര ഉണ്ടാവും? ആൾക്ക് 100 വെച്ച് 400 ഒക്കെ. ആൾക്ക് 100 വെച്ചാക്കണോ? നാലാക്ക് ചെറുപ്പക്കാരുള്ളൂ. പൈസ 1.5 മണിക്കൂർ എടുത്തു. പൈസ എന്നാ പിന്നെ 1.5 മണിക്കൂർ 500 രൂപയ്ക്ക് ഇതാക്കണ പോണോ? അല്ല 400 രൂപ ചില്ലറുള്ളൂ. അതാ ഏട്ടാ ഒന്ന് ഞങ്ങള് പിള്ളേരല്ലേ, സ്റ്റുഡൻസാ, കുട്ടികളല്ലേ. ചോദിച്ചടിക്കാനൊന്നും അല്ല ഇവിടെ റെഡിക്കുള്ള ടൂറിസ്റ്റ് പ്ലേസ് മണി ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ടോ? നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മള് മൺട്രോത്തിനടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. അവിടെ വന്ന് അയാൾ നമുക്കൊരു 400 രൂപ അവിടെ 100 രൂപയ്ക്ക് കൊണ്ടുപോകാറിക്കണേ. എന്നാണ് നമ്മളെ ഏട്ടൻ. ഇവിടെ എല്ലാം കാണാവുന്ന സ്ഥലം ഇത്. അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ വ്ളോഗേഴ്സ് ആണ്. ട്രെയിനൊക്കെ ഇവിടെ നിർത്തുന്നതാണ്. ഇതാണ് നമ്മളെ കപ്പിത്താൻ.
മൂപ്പരെ തോണിയിലാണ്. മൂപ്പര് ഇവിടുത്തെ സിറ്റിസനാണ്, ഇവിടെ തന്നെ നിൽക്കുന്ന, ഇവിടെ തന്നെ ജീവിക്കുന്ന ആളാണ്. പിന്നെ നമ്മളെല്ലാവരും ഉണ്ട്. ഇവിടുന്ന് ഇത്ര ആള് കയറാനൊക്കെ ഉണ്ട്. ഇവിടെ കയറി ഇറങ്ങാൻ എത്ര ആളുണ്ടോ? ഇവിടെ ജോലിക്ക് പോകുന്നവരുണ്ട് പെണ്ണുങ്ങളൊക്കെ. ഷഡില്ല കാലത്തുള്ള ഇതിലാ ഒരുപാട് ആളുകൾ പോകുന്നത്. തിരുവനന്തപുരത്ത് ഇത് തിരുവനന്തപുരത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾ ഇറങ്ങാനുണ്ടാവല്ലേ? കയറുണ്ടാക്കുന്ന സ്ഥലം. പിന്നെ അവിടേക്കൊക്കെ പിന്നെ അഷ്ടമുടി കായലാണ് ഗൈസ്. അവിടെ കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്നിട്ടൊക്കെ കയാക്കിങ് കിടന്നിട്ടാണ് വരുന്നത്. കിടന്നിട്ട് വരിക നമ്മളെ സ്വന്തം ആൾക്കാര്. ആളുണ്ട് 5 പെണ്ണക്കള് 12 ആഴ്ച വീടായത്. അന്ന് അവിടുന്ന് വഴി അന്ന് തടിപ്പാലോ ഇതിനൊക്കെ മരിച്ചു പോയി. ഇപ്പൊ ഇതിനകത്ത് എല്ലാരും നാട്ടിൽ തന്നെ ഉണ്ട്. റോഡ് സൈഡിലോട്ടൊക്കെ പോയവരാണ്. ഇതെല്ലാം ടൂറുകാർ വന്ന് വാങ്ങിക്കുന്നു ഇപ്പൊ വെളിയിൽ നിന്ന്. സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത് മൺറോത്തുരത്തിന്റെ ഒരു അകപ്പാന സ്ഥലമായത്. ടൂറുകാർ മാത്രം ഇവിടെ വരുന്നത്. ടൂറുകാർ മാത്രല്ലേ? ഇവിടെ കാൽത്താമസമൊക്കെ ഉണ്ടായതാണിന്ന്. പിന്നെ ഇവിടെ മണ്ണിന് തീരെ ഉറപ്പില്ല. അപ്പം ഇവിടുത്തെ വീടുകളൊക്കെ ഒഴിഞ്ഞു. ഇപ്പൊ ഇവിടെ മൊത്തം സ്ഥലങ്ങൾ എടുക്കണത് ടൂറിസ്റ്റുകാരാ. പക്ഷെ കൊള്ളാട്ടോ സ്ഥലം. സ്കൈ പോയി. 2 സൈഡും കണ്ടൽക്കാട്. മഞ്ചി പഴക്കളാണോ ഏട്ടാ? മഞ്ചി കൊറേ പഴക്കായോ? പുതിയുള്ള 12 പേര് കയറുന്നുള്ള ആ മീനോടാ, വലിയ മീനോടാ. അതവിടെ നല്ല വലിയ മീനുകളുണ്ട്. ഇവിടെ ചൂണ്ടക്കാരുണ്ടാവും ഇല്ലേ? മീനെണ്ണേ വെള്ളം കേടില്ല കിടക്കും. എല്ലാ വെള്ളം ആണ്ടോറും കരക്കി ഒരു വർഷത്തിലൊരു കേട്ടോ. ഉണക്ക സമയത്ത് കയറ്റി ഉണക്കി എണ്ണ കൊടുത്തിട്ട് അവിടെ കിടന്നോളും. ഇതെല്ലാം ആഞ്ഞിൽത്തടിയുടെ വള്ളങ്ങളാണ്. ആഞ്ഞിലത്തടി. ആഞ്ഞിലത്തടിന്റെ വെള്ളാട്ടോ. സാധനങ്ങളൊന്നും ഇതുകൊണ്ടുള്ളതിന് ഉപയോഗിക്കത്തില്ല. വീട്ടിനകത്തിട്ട് സാധനം പൊടിയത്തില്ല. മറ്റൊക്കെ ഈ വെള്ളത്തിൽ ഉപയോഗിക്കാൻ കൊടുത്തില്ല. ഇതിപ്പോ നമ്മള് മെയിൻ കനാലിക്കാ ഈ വഴി ഇങ്ങനെ പോയാ സർപ്രൈസ്. ഇവിടെ താമസം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? റിസോർട്ടാ? ഇതില് സൗണ്ട് ഇല്ലാത്തോണ്ട് കേക്കൂല. ഓ അങ്ങോട്ടുള്ളല്ലേ? അത് മോശപ്പെട്ട റോഡായിട്ട് ഭാവിയിൽ ഉയർന്നു വരും. ഓ ഇത് തീരെ വെയിറ്റ് ഇല്ലാത്ത സാധനം കൊണ്ട് കെട്ടിയ വീടാണ്. അങ്ങനെയാണ് മൂപ്പര് പറഞ്ഞത്.
വെയിറ്റുള്ള വീട് വെച്ചാൽ ഈ മണ്ണിന് ഉറപ്പില്ലാത്തോണ്ട് വീട് വെച്ച ഒറ്റ പോയി. ഇത് നേരെ താഴോട്ട് പോകുന്ന പറഞ്ഞു. അടി കെട്ടുറപ്പില്ല. കെട്ടുറപ്പില്ല. ചെക്കന്മാർ അവിടെ നിന്ന് ചാടുണ്ട് ഗൈസ്. ഇവിടെ മീൻ പിടിക്കണ്ട്. ഗൈസ് ഇത് കുറച്ച് ഇരുണ്ട വഴിയാണ് ഏട്ടാ. എന്റെ പൊന്നോ. ഫുള്ള് കാടാ. അല്ല നമുക്ക് തിരിക്കുക, അവിടെ തടസ്സല്ലേ. ഇത് കംപ്ലീറ്റ് കണ്ടല് പറഞ്ഞു. എല്ലാം തെങ്ങും പുരടായിരുന്നു പോലെ. ഇവിടെ ഈ ഒരു രസല്ലേ. ഓ ഈ ഒതളങ്ങല്ലേ? ഇതിനകത്ത് പച്ച മരുന്നൊക്കെ ഉണ്ട്. നമുക്ക് പനിയൊക്കെ വന്നുള്ള പ്രശ്നങ്ങളുള്ള എല്ലാ മരവും ഇല്ല, വിഷമുള്ളതും ഉണ്ട്. ഈ ഒതളങ്ങ വിഷല്ലേ? ഒതളങ്ങ ഉടലങ്ങ വിഷമില്ല. ഉടലങ്ങ വിഷമാണെങ്കിലേ ആ കാ കൊണ്ടുവന്ന് ഇവിടുന്ന് പണ്ട് കൊണ്ടുപോകുമായിരുന്നു ആൾക്കാർ. കൊണ്ടുവന്ന് അതിന് കറിയെടുത്തേതോ മരുന്നായിട്ട് മാറ്റുക. ഓ ഉടലങ്ങ നമ്മള് വിഷമില്ലേ. ഇതെന്താ കിട്ടി? അതൊക്കെ അപ്പുറത്തോട്ട് ടൂറിസ്റ്റുകാർ വാങ്ങിച്ച് ഏരിയകളൊക്കെ തിരിച്ച് റൂമുകൾ ഒക്കെ ആക്കി അപ്പുറം എല്ലാം റൂം താമസക്കാരുണ്ട്. ഓ ഇത് ചെമ്മീൻ കേട്ടാ. പിന്നെ അതിൽ മീൻ കിടക്കുക. വൻ ടീമുകൾ വന്ന് വാങ്ങിച്ചു. ഇങ്ങനെ വടക്കുന്നൊക്കെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ണൂരുകാർ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. തുഴയണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് വേണല്ലേ. ഇത് നമ്മള് വണ്ടി ഓടിക്കുന്ന അറിയാവുന്ന ആൾക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എല്ലാത്തരം പറ്റത്തില്ല. ഞങ്ങളൊക്കെ കൊച്ചിയിലെ അല്ലാതെ ടൂറിസ്റ്റ് കെട്ടിടങ്ങളാ, താമസമൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഭക്ഷണമുണ്ട്, കിടക്കാനിടവുണ്ട്, ഇന്നത്തെ ആളുണ്ട്, മീൻകുളമുണ്ട്. ഇത് നമ്മളിത് കണ്ട് ഇത് ചെയ്ത് ശീലമുള്ളവർക്ക് ഇതുമായിട്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മള് തുഴയണോടത്ത് കയറല്ലേ. മറിയൂലത്? അറിയത്തൊന്നുമില്ല. അല്ല തുഴ അറിഞ്ഞില്ലെങ്കിൽ സീനൊന്നുമില്ല. ഒന്നും അറിയത്തില്ല. മറിയുന്ന സാധനം അല്ലല്ലോ. മറിയാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്ലെയിൻ അവിടം വരുന്നില്ല, വണ്ടി അവിടം വരുന്നില്ല. അങ്ങനൊന്നുമില്ല. പിന്നെ ഇവിടെ വള്ളത്തേലൊക്കെ വരുമ്പോൾ കാലാവസ്ഥ മോശമാണെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കത്തില്ല. എന്നിട്ട് നമ്മൾ എവിടെ കൊടുക്കും. അപ്പുറമുള്ളതാണ് അഷ്ടമുടിക്കായൽ. പാലത്തിന്റെ അപ്പുറത്താണ് കടൽ. ഈ കടല് കഴിഞ്ഞുള്ള അഷ്ടമുടിക്കായലായത്. നീന്താരം പാലത്തിന്റെ അപ്പുറമാണ് കടല്. നീണ്ടക്കര. ടൂറിസ്റ്റ് കെട്ടിടങ്ങളും എല്ലാം ഉണ്ട്. ആ ഭാഗത്തെല്ലാം ഈ വള്ളത്തിലും ബോട്ടിലും പോകുന്നത്. മൺതുറത്ത് ഒരു രക്ഷയില്ല ഗൈസ്. കിടില എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവിടെ മൊത്തം ചുറ്റി കണ്ട് സ്നാക്സ് ഉണ്ടായിരുന്നു കയ്യിൽ, അതും കഴിച്ച്. പിന്നെ മൂപ്പരോട് ബായും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച്